ഹായ്, ഞാൻ റോഷൻ, ആൻ്റണി റോഷൻ. ഇവിടെ കൊച്ചിയിലാണ് സ്ഥലം. ചെമ്പുമുക്കെന്ന് പറയും. നമ്മുടെ ലുലുമാളിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അവിടെയാണ് എൻ്റെ വീട്. ഞാൻ മെയിൻലി ചെയ്യണത് ലാബാണ് ചെയ്യണത്. ലാബ്രഡോർ എന്ന് പറഞ്ഞ ബ്രീഡിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കണത്. ഒരു 5 വർഷമായിട്ട് ലാബ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നെ. കുറേ ഇമ്പോർട്ട്സും ഇമ്പോർട്ടിൻ്റെ ഡോട്ടേഴ്സും ഇമ്പോർട്ട് ബ്ലഡ് ലൈനിൽ നമ്മൾ ടോപ്പ് ക്വാളിറ്റി ഡോഗ്സാണ് മെയിൻലി ചെയ്യണത്, സർട്ടിഫൈഡ് ഡോഗ്സ്. അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിൽ ഷിറ്റ്സൂസ് ഉണ്ട്, ബോക്സേഴ്സ് ഉണ്ട്, ലാസാബ്സോസ് ഉണ്ട്, പഗ് ഉണ്ട്, ബീഗിൾ ഉണ്ട്. എല്ലാ ബ്രീഡും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കും ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ മെയിൻലി ചെയ്യണത് ലാബ് തന്നെയാണ്. എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ തൊട്ട് തന്നെ എൻ്റെ വീട്ടിൽ ഫുൾ പെറ്റ്സ് ഉണ്ട്. അത് ഡോഗ്സ് മാത്രമല്ല, ക്യാറ്റ്സ്, അതുപോലെ തന്നെ പേർഷ്യൻ ക്യാറ്റ്സ്, പിന്നെ പ്രാവുകൾ, നമ്മുടെ ഫാൻസി പ്രാവുകൾ, അതുപോലെ തന്നെ ഫാൻസി കോഴികൾ, അതൊക്കെ കണ്ടാണ് വളർന്നതാണ്. മുയലുണ്ടായിരുന്നു, പിന്നെ കുറേ മുയൽ. അപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരാണ് നമുക്കിതൊക്കെ മേടിച്ച് തന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറിപ്പോയി. എനിക്ക് ഇതിൻ്റെ ഒരു ഭ്രാന്തമായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മളൊരു 9th 10th പഠിക്കുമ്പോൾ ഇവർ കുറേ സ്ട്രഗിൾ ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് മാറ്റി പഠിത്തത്തിലേക്ക്. എന്നാലും പഠിത്തത്തിൽ മോശമൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാഗ്ദാനങ്ങളൊക്കെ തരാൻ തുടങ്ങി. ഡോഗ്സിനെയൊക്കെ പയ്യെ കുറച്ച്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ ക്വാളിറ്റി എന്താണ് കൂടിയ ഡോഗ്സ്, എന്താണ് സർട്ടിഫൈഡ്, ഇതൊന്നും പറഞ്ഞൂടാ. പക്ഷേ വീട്ടിൽ ഒരു 3-4 ഡാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡാഷിനെയാണ് മേടിച്ച് തന്നിരുന്നത്. ഡാഷ് ഉണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ ഇങ്ങനെ 10th കഴിഞ്ഞു, അടുത്ത ഡോഗിനെ കിട്ടിയില്ല. +2 കഴിഞ്ഞു, അടുത്ത ഡോഗിനെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഡിഗ്രി ആയി കഴിഞ്ഞിട്ടും ഇവർ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും നമുക്ക് ഈ ഡോഗിനെ മേടിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കും, മാർക്ക് മേടിക്കാൻ തുടങ്ങി. പക്ഷേ സാധനം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറയും +2 ആണ് മെയിൻ. അപ്പോൾ +2 പഠിക്കും. അങ്ങനെ ഞാൻ ഡിഗ്രി എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വാശിയായി. ഞാനൊരു ഡോഗിനെ ഫസ്റ്റ് കൊണ്ടുവന്നു, ഒരു ബോക്സറിനെ കൊണ്ടുവന്ന് ഞാൻ തന്നെ ചെറിയ ചെറിയ വർക്കിനൊക്കെ പോയി. ഇവിടെ ജോക്കിയിലൊക്കെ വർക്കിന് കയറി. ആ പൈസക്ക് ഞാൻ ഒരു നല്ല ബോക്സറിനെ മേടിച്ചു. അവൻ വലുതായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെയും എന്നെയും പുറത്താക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറുതല്ലേ ഡോഗല്ലേ എന്ന് പറഞ്ഞ് മിൻപിനെ കൊണ്ടുവന്നു, വലിയ മിൻപിനെ. അവൻ ഭയങ്കര കുറേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവനെയും പുറത്താക്കി. അത് കഴിഞ്ഞ് പിന്നെ ആ സങ്കടത്തിലൊക്കെ ഇരുന്ന് പിന്നെ അമ്മേനെ സോപ്പിട്ടൊക്കെ നമ്മളൊരു ലാബിന് എടുക്കണം. അതാണ് ഐഷു. ഐഷുവിനെ നമുക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റത്തെ ഡോഗാണ്. അവൾ സർട്ടിഫൈഡ് ആണ്, ഇമ്പോർട്ട് ലൈനേജ് ആണ്. അപ്പോൾ അവളെ എടുത്തതിന് ശേഷമാണ് നമുക്ക് പല മാറ്റങ്ങളും സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ക്വാളിറ്റി എന്താണ്, ഇമ്പോർട്ട് എന്താണ്, അങ്ങനെ ഓരോ പെഡിഗ്രീനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പെഡിഗ്രി അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ചുള്ള ഡോഗ്സിനെ എടുത്ത് കൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എനിക്ക് എത്ര ഡോഗ് ഉണ്ടെന്ന്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ലിറ്ററിൽ 4 പപ്പിയാണ് മൊത്തം ഉണ്ടായിരുന്നത്. ശരിക്കും നമുക്ക് 7 പപ്പീസ് ഉണ്ടായിരുന്നു. ബൈ ബർത്തിൽ നമുക്കൊരു 3 പേരോളം ഡെഡായി പോയായിരുന്നു. അതിന് നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടിയ 4 പേരാണ് ഇവർ. ഇവരുടെ മദർ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഇമ്പോർട്ടർ റെമി മാർട്ടിൻ റോസോ എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്. ഇന്ത്യൻ ചാമ്പ്യനൊക്കെയാണ്, നല്ല പെഡിഗ്രിയിലുള്ള ഒരു മെയിലാണ്. അവൻ്റെ ഫാദർ ഉസ്താസ് എന്ന് പറയും, 9 കൺട്രി ചാമ്പ്യൻ, ഇൻ്റർനാഷണൽ ചാമ്പ്യനൊക്കെ ആയിട്ടുള്ളൊരു മെയിലാണ്. അത് വേൾഡിൽ തന്നെ ഭയങ്കര പ്രൊഡക്ഷൻ ഉള്ളതും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മെയിലാണ്. കുറേ നല്ല നല്ല പപ്പീസിനെ ത്രോ ചെയ്തിട്ടുള്ളൊരു മെയിൽ. അവൻ്റെ സണ്ണാണ് മാർട്ടിൻ. മാർട്ടിൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു മെയിലും കൂടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഡയറക്റ്റ് ഡോട്ടറിനെ ഞാൻ അതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. അപ്പോൾ അവളിൽ ഇറങ്ങിയേക്കണ കുട്ടിയാണ്. പിന്നെ അവളുടെ മദർ ലൈൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇമ്പോർട്ട് റെട്രോങ് എന്ന് പറഞ്ഞ മെയിലുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മെയിലാണ്. ഇന്ത്യൻ ചാമ്പ്യനാണ്. അവൻ ഭയങ്കര പ്രൊഡ്യൂസറാണ്. ഇന്ത്യയിൽ ഒരുപാട് ചാമ്പ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു മെയിലാണ്. അവൻ്റെ ഡോട്ടർ മേറ്റഡ് ടു റെമി മാർട്ടിൻ റോസോയാണ്. നമ്മളുടെ ഇതിൻ്റെ മദർ വന്നിട്ട് അലക്സാൻഡ്ര എന്നാണ് അവളുടെ പേര്. അലക്സ എന്ന് വിളിക്കും. അങ്ങനെ പിന്നെ അവളെ നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സേവ എന്ന് പറഞ്ഞ ഒരു റഷ്യൻ ഇമ്പോർട്ട് മെയിലുണ്ട്. ഇന്ത്യൻ ചാമ്പ്യനായിട്ടുള്ള നിഖിൽ ഹരിയുടെ മെയിലാണ് സേവ. ആ മെയിലാണ് നമ്മൾ ഈ പപ്പീസിനെ യൂസ് ചെയ്ത് കിട്ടിയേക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ ബ്രാവോ മെസ്സി എന്ന് പറഞ്ഞാൽ വേൾഡ് വിന്നറായിട്ടുള്ളൊരു മെയിലുണ്ട്. 2017-2022 വേൾഡ് വിന്നറാണ് അവൻ. അവനും ഒരു 10 കൺട്രി ചാമ്പ്യൻ, ഇൻ്റർനാഷണൽ ചാമ്പ്യൻ, 2 ടൈംസ് യൂറോപ്യൻ വിന്നറാണ്. അതേപോലെ തന്നെ 2 ടൈംസ് വേൾഡ് വിന്നറാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ അവൻ്റെ ഒരു 1 ആൻഡ് ഓൺലി സണ്ണാണ് ഇന്ത്യയിലുള്ള സേവ. അപ്പോൾ സേവയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പപ്പിയാണിത്. ന്യൂബോൺ വളർച്ച സമയത്തെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയണേ, അതിൻ്റെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ഉണ്ട്. ഒരു 5 ഡേയ്സ് നമ്മൾ പപ്പി ഇറങ്ങി തൊട്ട് ഒരു 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി വൈറ്റമിൻ സ്റ്റാർട്ട് ചെയ്യും. മൾട്ടി വൈറ്റമിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറയുന്നത് ഒരു 15 ഡേയ്സ് to 20 ഡേയ്സിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഡീവോമിങ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു 10 ഡേയ്സ് ഗ്യാപ്പിലാണ് ഡീവോമിങ് ചെയ്തു പോണത്. അത് 10 to 12 ആ റേഞ്ചിലാണ് ഞാൻ ചെയ്യണത്.
അത് ഓരോ ബ്രാൻഡ് ഉണ്ട്, വോറക്സ്, ക്യാൻ ബോം എന്നൊക്കെ പറഞ്ഞ്, അത് സ്കൈ ബോം, അങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു 3 മാസം വരെ ആ ഒരു ഗ്യാപ്പിലാണ് കൊടുക്കണം. അതുപോലെ തന്നെ 45 ഡേയ്സിൽ അതിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കണം. അത് കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിയുമ്പോൾ ബൂസ്റ്റർ ഡോസ് ഉണ്ട് ഫസ്റ്റ് വാക്സിനേഷൻ്റെ. അത് കഴിഞ്ഞ് 3 മന്ത്സ് ആകുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് റാബിസിൻ്റെ വാക്സിൻ വന്നത്. അപ്പോൾ അതാണ് മെയിൻലി നമുക്ക് വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക 18, 16, 17 ആ സമയത്തൊക്കെ ഡേയ്സിലാണ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെർലാക്കാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് 2 ഡേയ്സൊക്കെ സെർലാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് അവരൊന്ന് ഫീഡിങ് പഠിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞ് റോയൽ കനൈനാണ് കൊടുക്കുന്നത്. റോയൽ കനൈൻ്റെ മാക്സി സ്റ്റാർട്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂട് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല പഞ്ഞി പോലെ ആക്കി ഇങ്ങനെ ഉടച്ച് പീച്ചി എടുത്തിട്ടാണ് ഇവർക്ക് ഫീഡ് ചെയ്യണത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തൊട്ട് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയത് ഹോൾ എഗ്ഗ് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് പൊടിച്ച് ചേർക്കാൻ തുടങ്ങും. അത് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്ത് തുടങ്ങും. നല്ല ചിക്കൻ മേടിച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അതിൻ്റെ എല്ല് കളഞ്ഞ് പിച്ചിക്കീറി എടുത്തതും ഒരു പൊടിക്ക് ചോറും കൂടി ഇട്ടിട്ട് അതും നമ്മൾ 1 ടൈം ഫീഡ് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് ബീഫ് മിൻസ്ഡ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ മെയിൻലി ലുലുന്നാണ് മേടിക്കണം. അത് മേടിച്ചിട്ട് അതും ഈ പറഞ്ഞ പോലെയാണ് കൊടുത്തിട്ടുണ്ട്. അതൊരു 35 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ അതും കൊടുത്തു തുടങ്ങും. അപ്പോൾ പപ്പീസ് നല്ല ഗുണ്ടുമണിയായിട്ട് വരും. ഇതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർ എടുക്കണ പോലെ തന്നെയാണ്. കുറഞ്ഞ കാറും ഉണ്ട്, അതുപോലെ തന്നെ BMW ബെൻസും കിട്ടും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ BMW ബെൻസ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്കൊരു പപ്പി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ, ഒരു പെറ്റ് എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വില കുറഞ്ഞവരും വില കൂടിയതൊന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കും, നമ്മളും അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി. അതത്രയേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ പല വ്യത്യാസങ്ങളുണ്ട്. അത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഈ പപ്പീസൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പപ്പീസാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഫാദറിനെയും മദറിനെയൊക്കെ മേടിക്കുന്നതും അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യാൻ പോകുന്ന ചാർജ്, പപ്പീസിനെ നോക്കിയെടുക്കുന്ന ചാർജ്, ഇതെല്ലാം വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കോട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവരുടെ ക്വാളിറ്റി, അതാണല്ലോ അൾട്ടിമേറ്റ്. പിന്നെ സാധാരണ റേഞ്ചിൽ നമുക്കൊരു 5 രൂപ 6 രൂപക്കൊക്കെ പപ്പീനെ കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ പപ്പീസാണ്. നമുക്ക് നമ്മുടെ ആവശ്യം കവർ ചെയ്തു പോകും ഒരു പപ്പി എന്നുള്ള റേറ്റ് ഇതിൽ. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ ഫണ്ട് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് മേടിക്കണ്ടേ, പൈസക്കാർക്ക് മാത്രം മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറഞ്ഞ പപ്പിയും കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മളുടെ കയ്യിൽ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് പപ്പീസ് എൻ്റെ ബ്രീഡിങ്ങിലില്ല. ഞാനങ്ങനെ ബ്രീഡ് ചെയ്യാറില്ല. എല്ലാം സർട്ടിഫൈഡ് ഡോഗ്സാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡ് ഡോഗ് ഉണ്ട്. നമ്മളുടെ ഒരു മെയിൻ ഫീമെയിൽ ഉണ്ട്, ഐഷു എന്ന് പറഞ്ഞാൽ. അവളെ നമുക്കിപ്പോൾ കാണിക്കാം. അപ്പോൾ അവളുടെ ഒരു 2 സൺസ് എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട്. അവരുടെ കുട്ടികൾ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് ഇല്ലാത്തതുണ്ടാവും, നോൺ സർട്ടിഫൈഡ് ആയിട്ട് വരും. അതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഫീമെയിൽസ് നമ്മളിൽ മെയ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങനത്തെ കുട്ടികളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കുട്ടികൾക്ക് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ റേറ്റ് കുറച്ച് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനും പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇതാക്കണം. ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എന്താ പറയണേ. പിന്നെ ചില ആൾക്കാരുണ്ട് റേറ്റ് കുറച്ച് അവരുടെ സാഹചര്യം കൊണ്ട് കൊടുക്കും ക്വാളിറ്റി ഉള്ളത്. അങ്ങനെയും കേസസ് വരാം. ഇതാണ് നമ്മുടെ ഐഷു, എൻ്റെ ഫസ്റ്റത്തെ ഡോഗ്. ലാബ് ഞാൻ എടുത്ത് തുടങ്ങിയതിലുള്ള എൻ്റെ ഫസ്റ്റത്തെ ഡോഗാണ്. ഐഷു കൊണ്ട് നോക്കിയേ. അപ്പോൾ ഐഷു ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 5 വർഷമായി. ഞാൻ ഐഷുവിനെ വലുതായിരുന്നപ്പോൾ എടുത്തതാണ്. ഐഷുവിനൊരു 1.25 വയസ്സിൻ്റെ ഇടയിലുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ എടുക്കണത്. ഇപ്പം 2019 എടുത്തത്. ഇപ്പോൾ 5 years ആയി, 23 ആയപ്പോഴത്തേക്ക്. അവളെനിക്ക് കുറേ കുഞ്ഞുങ്ങളെ തന്ന്. അവക്കടെ കുറച്ച് കുട്ടികളെ ഞാൻ നിർത്തിയിട്ടുണ്ട്. മെയിൻ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാം. അതിൽ ഇവക്കടെ ഡോട്ടേഴ്സ് ഉണ്ട്, സൺസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവക്കടെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉണ്ട്. ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉള്ളത് നമ്മളുടെ മെയിൻ എന്താ പറയുക ഭയങ്കര ഫേമസ് മെയിലായിട്ടുള്ള എക്സ്ക്ലൂസീവ് റഷ്യൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ലൂമിയർ DY എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മെയിലാണ് ഐഷുവിൻ്റെ ഒരു ഡോട്ടറിനെ ഞാൻ മേറ്റ് ചെയ്തത്. 2 ഡോട്ടേഴ്സിനെ മേറ്റ് ചെയ്തായിരുന്നു. അവൻ്റെ കേരളത്തിൽ ആദ്യത്തെയും 2ാമത്തെയും ബ്രീഡിങ് ആയിരുന്നു. അതിലുള്ള പപ്പീസിനെ ഞാൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 ഫീമെയിൽസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു മെയിലും ഉണ്ടായിരുന്നു. അവനൊരു 10-11 months ആയപ്പോഴത്തേക്ക് പാറുവോ എന്ന് മരിച്ചുപോയി. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. ബാക്കി അവൻ്റെ ഒപ്പം ഉള്ള സിസ്റ്റേഴ്സ് 2 ലിറ്ററിന്നായിട്ടുള്ളവർ നമ്മളുടെ ഒപ്പം ഉണ്ട്. അതിൽ ഒരാളെ നമുക്ക് ഇവിടെ കാണിക്കാം. ചെറിയ എൻ്റെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ല, എൻ്റെ മടിയിൽ കിടക്കുന്നതാണ് ആൾ. എൻ്റെ ഒപ്പം അകത്ത് വന്ന് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ രാത്രി കിടക്കാറുണ്ട്. ഈ പറയുക ലിറ്ററായൊക്കെ കിടക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഫുൾ ടൈം ഞാൻ വേണം. മടിയിലിരുന്ന് പറഞ്ഞ പോലെ കുഞ്ഞിനെ എനിക്ക് ഫസ്റ്റ് ടൈം ഇവളെ ലിറ്ററാവണ സമയത്ത് എനിക്കും ഒന്നും അറിഞ്ഞൂടാ, അവൾക്കും ഒന്നും അറിഞ്ഞൂടാ ഈ ഒരു ഡെലിവറീനെ പറ്റി. എൻ്റെ അമ്മ കണ്ടിട്ട്, അമ്മ എപ്പോഴും കസിൻസൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ പറയും ഫസ്റ്റത്തെ ഡെലിവറിയുടെ കാര്യം. ചിരിച്ച് ഞങ്ങൾ ചത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഐഷു ഇങ്ങനെ പുഷ് ചെയ്യും. പുഷ് എന്നൊക്കെ പറയുമ്പോൾ രസമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത്. പിന്നെ എക്സ്പീരിയൻസ് ആയി, നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായി.
അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇവിടെ പ്രശ്നം വന്നായിരുന്നു ഡോഗ്സിനെ നിർത്തുന്നതിന്. അപ്പോൾ ഞാൻ എല്ലാവരും ഫാമിലേക്ക് മാറ്റി. ആ മാറ്റിയ സമയത്ത് ഐശുവിനുണ്ടായ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കാണുമ്പോൾ എനിക്കും വിഷമം വരും, കരച്ചിൽ വരും, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അതെല്ലാം ചെയ്ത് ഡോഗിനെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ അവൾക്ക് ഒട്ടും എൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല. ഫുൾ ടൈം നമ്മളൊരാൾ വേണം എന്നുള്ളൊരു രീതിയാണ് അവൾക്ക്. ഞാനല്ലെങ്കിൽ അമ്മേനെയും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അമ്മ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഫുൾ ടൈം അവൾക്ക് അമ്മ കാണണം. അതേപോലെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി അവളെ തൊടണം. അങ്ങനെയൊക്കെയുള്ളൊരു ഡോഗ്. അതേപോലെ തന്നെ വേറെ ഡോഗ്സ് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ്. എന്താണെന്ന് വെച്ചാൽ അവരെ തൊടരുത്, എന്നെ തൊടണം, എന്നെ ആദ്യം പുന്നാരിപ്പിച്ചിട്ട് അവരെ തൊടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് ആൾക്ക്. നമ്മുടെ ഫസ്റ്റ് ഡോഗ് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. നമ്മൾ മേളിൽ താമസിച്ചിരുന്നപ്പോൾ ഫുൾ ടൈം അവൾ ഹോളിലുണ്ടാവും. ഹോളിൽ അവൾ ഇങ്ങനെ കിടക്കും. നമ്മൾ അതിൻ്റെ ഒറ്റപ്പെടുത്തിരുന്നായിരിക്കും നമ്മൾ നമ്മുടെ പരിപാടികൾ നടത്തുന്നത്. അങ്ങനെ നമുക്ക് ഇവളുടെ ലിറ്റർ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ലിറ്റേഴ്സിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം എൻ്റെ ഒരു ഫേവറേറ്റ് മീൽ ഉണ്ടായിരുന്നു, ബ്ലൂ ബെൽസ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ജെമ്മിലാണ് ഐശുവിൻ്റെ ആദ്യത്തെ 2ാമത്തെ ലിറ്റർ എടുത്തത്. അത് കഴിഞ്ഞിട്ട് റെട്രോങ്ങിൻ്റെ ഒരു സണ്ണിലെടുത്തായിരുന്നു, ഡെസ്പറാഡോ എന്ന് പറഞ്ഞൊരു മെയിൽ. അത് നമ്മുടെ പൊന്നുരുന്നിയിലുള്ള കുട്ടൻ ചേട്ടൻ എന്ന് പറയും, ശ്രീജിത്ത്, പുള്ളിയുടെ മെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐശു ലിറ്റർ എടുത്തത് എൻ്റെ തന്നെ ഇമ്പോർട്ട് മെയിൽ, പാർക്കർ എന്ന് പറഞ്ഞ റഷ്യൻ ഇമ്പോർട്ടിനെ ഞാൻ എടുത്തായിരുന്നു. അവനിൽ ഐശുവിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫീമെയിലും എൻ്റെ കയ്യിലുണ്ട്. അതെൻ്റെ കോഴിക്കോടുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിർത്തിയേക്കണത്. അതിൽ 2 ഫീമെയിൽസിൽ 1 ഫീമെയിലിനെയാണ് ഞാൻ നിർത്തിയത്. പിന്നെ ഐശുവിനെ ലിറ്റർ എടുത്തേക്കണത് നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഒരു ചോക്ലേറ്റ് പപ്പി വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്ക് വന്നിട്ട് നമ്മളൊരു ഡബിൾ സൈഡ് ഇമ്പോർട്ട് ആയിട്ടുള്ള ചോക്ലേറ്റ് മെയിൽ ഭയങ്കര ദൂരെയൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്ത്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ചോക്ലേറ്റേ കിട്ടിയില്ല. അതിൽ 3 വൈറ്റാണ്. ഐശു ഇതുവരെ എനിക്ക് ഫുൾ വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് പപ്പീസിനെയാണ് കിട്ടാറ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ പപ്പീസ് ഡെഡായിപ്പോയി. നമുക്ക് 3 പേരും ഉണ്ടായുള്ളൂ. ഇത്തിരി ഗ്രോത്തിന് പ്രശ്നവും ഉണ്ടായിരുന്നു. പിന്നെ ഐശുവിൻ്റെ കുറച്ച് ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് നമുക്ക് അവരെ കിട്ടിയില്ല. അങ്ങനെ അതാണ് മെയിൻലി ഒരു ഇഷ്യൂ വന്നത്. പക്ഷേ നെക്സ്റ്റ് ടൈം ഐശു സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റിനെയൊക്കെ ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞേക്കണം, അല്ല ഐശു? ഇതാണ് നമ്മുടെ ചെറിക്കുട്ടി. ചെറി എക്സ്ക്ലൂസീവിൻ്റെ ഡോട്ടറാണ്. റഷ്യൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യനായിട്ടുള്ള ലുമിയ DY എക്സ്ക്ലൂസീവിൻ്റെ ഡോട്ടറാണ്. കേരളത്തിലെ ആദ്യത്തെ ലിറ്റർ ആയിരുന്നു അവൻ്റെ. അതിലുള്ള ഫീമെയിൽ പപ്പിയാണ് ഐശുവിൻ്റെ ഡോട്ടർ. ഐശുവിൻ്റെ ഡോട്ടറാണെങ്കിൽ റെട്രോങ്ങിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അമേരിക്കൻ ഇമ്പോർട്ട് റെട്രോങ്ങിൻ്റെ ഗ്രാൻഡ് ഡോട്ടറായിട്ടുള്ള എമി എന്ന് പറഞ്ഞ ഫീമെയിൽ. എമിയും എക്സ്ക്ലൂസീവും കൂടിയുള്ള കോമ്പിനേഷനിലുള്ളതാണ് ചെറീനെ നമ്മൾ ചെറുപ്പത്തിൽ സെയിൽ ചെയ്തതായിരുന്നു. തൃശ്ശൂരേക്ക് ആയിരുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് നോക്കാൻ പറ്റാണ്ടായി. പുള്ളിക്കാരൻ ദുബായിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അവൾ ഭയങ്കര ശോചനീയാവസ്ഥയിലായിരുന്നു അവിടെ നിന്ന്. ആ അവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നത്. ആളത് കഴിഞ്ഞിട്ട് വളരെയധികം ബെറ്ററായി. പുള്ളിക്കാരത്തിൻ്റെ കണ്ണിന് ചെറിയൊരു പണിയൊക്കെ കിട്ടി ചെറുതായിട്ട്. ഭാഗ്യത്തിന് കാഴ്ചക്കൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ആൾ മൊത്തത്തിൽ കോഡ് കണ്ടീഷനൊക്കെ ഇപ്പോൾ സെറ്റായി. ചെറിയ സ്കിൻ ഇഷ്യൂസൊക്കെ വന്നായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് എത്തണത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4 മാസമായി. 4 മാസം കൊണ്ട് ആൾ ടോട്ടലി ചേഞ്ചായി. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ മൾട്ടി വൈറ്റമിൻ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് ഇനി ഇവിടെ വന്നതിന് ശേഷമാണ് ആൾ ഫുള്ളി ഓക്കെ ആയി തുടങ്ങിയത്. അങ്ങനെ ഇതാണ് ചെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശുവിൻ്റെ ഡിറ്റോയാണ്. ഐശുവിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഐശു ചെറുപ്പത്തിൽ ഇരുന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് ചെറി ഇരിക്കണത്. കുറച്ചും കൂടി ബെറ്ററാണ് ഐശുവിനേലും ചെറി. ലൈൻസ് കൊണ്ടായാലും സ്ട്രക്ചർ കൊണ്ടായാലും കുറച്ചും കൂടി പവർഫുള്ളാണ്. അടുത്ത എൻ്റെ ബ്രീഡിങ് പ്രോഗ്രാമിലൊക്കെ ചെറിയൊരു വലിയ പാർട്ടായിരിക്കും. ചെറിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കോമ്പിനേഷൻസ് ഇപ്പോൾ മൈൻഡിൽ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറിയൊരു അടുത്ത് തന്നെ ഹീറ്റിലേക്കൊക്കെ വരും. അപ്പോൾ നല്ല പപ്പീസിനെയൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കും. നല്ല ചെറി. അങ്ങനെ ചെറിക്ക് പപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ 4th ജനറേഷൻ ആയിരിക്കും, 3rd ജനറേഷൻ ആയിരിക്കും ഇറങ്ങാൻ പോണം ഐശുവിൻ്റെ ഇത് തൊട്ടിട്ടുള്ള. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് വരെ ഉണ്ട്. ഇനി അത് ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടേഴ്സ് ആവണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ഇവരെയൊക്കെ നിർത്തിക്കണ എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെയാണ്. എൻ്റെ 2 നില വീടാണ്. ആകെ കൂടി 2 സെൻറ്റ് സ്ഥലമുള്ളൂ. ഇതിൽ അത്യാവശ്യം കുറച്ച് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻലി ലാബ് തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് ടോയ് ബ്രീഡ്സ് ആയിട്ടുള്ള ലാസാബ്സോസ് ഉണ്ട്, ഷിറ്റ്സും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വീടിൻ്റെ അകത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ മേളിൽ 2nd ഫ്ലോറിൽ, 1st ഫ്ലോറിലാണ് ഐശു, ചെറി, ഇസ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെയിൻ ഫീമെയിലാണ്. അവളിപ്പോൾ കാണിക്കാൻ പറ്റാത്തത് അവൾ ഷെഡിങ്ങിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ പപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. അവളെ നമ്മുടെ
ലെക്സ ഇല്ലേ ഇപ്പോൾ കാണിച്ച പപ്പീസിൻ്റെ മദർ, അതിൻ്റെ ബ്രദറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അവനെ ഞാൻ എടുത്ത മെയിലായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു പപ്പീനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്, കുഞ്ഞു പപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ആകെ കൂടി ക്ഷീണിച്ച് പുതിയ കോട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവളെ കാണിക്കാൻ. അതെൻ്റെ പഴയ ഇൻ്റർവ്യൂസിലൊക്കെ അവളെ കണ്ടിട്ടുണ്ടാവും പലരും അങ്ങനെ. അപ്പോൾ അവളും പിന്നെ റോസി ഉണ്ടായിരുന്നു, നമ്മുടെ ഉക്രൈൻ ഇമ്പോർട്ട്, യുപ്പീറ്ററിൻ്റെ ഡോട്ടർ. ഇവരൊക്കെ മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഒരു ഫാമിലി ആയിട്ട് ഒരു 5 പേര് 6 പേര് ഒരുമിച്ച് എൻ്റെ എന്താണ് പറയുന്നത് മേളിലെ ഹാളിലും കിച്ചണിലും എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ നടക്കണതാണ് അവർ. അപ്പോൾ എന്താണ് അവരെ ചെന്ന് കാണുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഐശുവാണ് ആദ്യം ഓടി വന്നത്. പിന്നെ ഈസ ഇത്തിരി പൊസസീവാണ്, ആരെയും തൊടിയിക്കൂല, വേഗം എന്നെ വന്ന് തൊടണം, അവളെ ആദ്യം തൊടണം എന്നുള്ളൊരു രീതിയാണ് പുള്ളിക്കാരത്തേക്ക്. ലെക്സ് എന്താണ് ചെറിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇത്തിരി പാവമാണ്. നിങ്ങളെയൊക്കെ തൊട്ടിട്ട് എന്നെ തൊട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ സ്നേഹക്കുറവൊന്നുമില്ല, അങ്ങനത്തെ രീതിയാണ് ചെറിക്ക്. പക്ഷേ ചെറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പുന്നാര കൊച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്ട്രഗിൾ ചെയ്ത് വന്നവളാണ്. അവളെ എന്താണ് തൃശ്ശൂരിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴുള്ള അവളുടെ കോലത്തിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം അവളുടെ രീതിയും എൻ്റെ കയ്യിലുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയണം ഭയങ്കര വ്യത്യാസമുള്ളൊരു ഡോഗ്. അപ്പോൾ അവളുടെ കഷ്ടകാലമൊക്കെ കൂടി അനുഭവിച്ച് മാറി വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കാണ്. അതിൻ്റെയൊക്കെ സ്നേഹം ഭയങ്കരമായിട്ട് അവൾ കാണിക്കാറുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര എന്താ പറയണം വല്ലാത്തൊരു ഫീലിങ്ങിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ മേളിൽ പോകും, എല്ലാവരും അഴിച്ചു വിടും, ഞാൻ അവിടെ അങ്ങോട്ട് ഇരിക്കും. നമുക്കവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോഗ്സിന് കിടക്കാനായിട്ട്. അപ്പോൾ ആ ബെഡ് ഇട്ടിട്ട് നിലത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി ഞാനും ഇരിക്കും. ഇവരെല്ലാവരും കൂടി എൻ്റെ മേത്തോട്ട് വന്ന് ഇടിച്ച് കയറും, എൻ്റെ മേത്ത് കയറി പുന്നാരിക്കലും നക്കലും പിടിക്കലും ഒക്കെ ആയിരിക്കും. അപ്പോൾ കിട്ടണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ എങ്ങൊന്നും കിട്ടില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും. നമ്മളുടെ സന്തോഷവും എന്താ പറയുക എന്താണ് സങ്കടവും കാര്യങ്ങളൊക്കെ എല്ലാം മറന്നു പോകും. നമ്മൾ വേറെ എന്താ പറയുക വേറെ ലൈഫായിരിക്കും, വേറെ റേഞ്ചായിട്ട് ഒരു വല്ലാത്ത ഫീലിങ്ങിലായിരിക്കും അത്രയും പെറ്റ്സിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവർ, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവരുടെ കൂടെ അങ്ങനെ ടൈം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞ് പപ്പീസാണെങ്കിൽ പോലും നമുക്ക് ഈ പപ്പീസൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്ത വിഷമമാണ്. എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിറ്ററിലും 1-2 പേരെ ഞാൻ എൻ്റെ കൂടെ നിർത്തും, ബാക്കിയുള്ളവരെ ഞാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു ഫീലിംഗാണത്. ഈ പപ്പീസിനെ തന്നെ എന്താ പറയുക ജനിച്ച് വീഴുമ്പോൾ തൊട്ട് നമ്മുടെ കയ്യിലേക്കാണ് വന്നത്. അപ്പോൾ തൊട്ട് ഒരു 45 ഡേയ്സ് വളർത്തിയിട്ട് അവർ പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമമാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന സമയം. ഇപ്പോൾ അകത്ത് ലാസാബ്സോൻ്റെ പപ്പീസ് ഉണ്ട്. എൻ്റെ ഈ താഴത്തെ ഹോളിലും എൻ്റെ റൂമിലാണ് അവർ കിടക്കണത്, മദറും പപ്പീസും കൂടി. നമ്മൾ ആ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ താറാകുഞ്ഞുങ്ങൾ നടക്കണ പോലെ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഇങ്ങനെ നടക്കും പുറകെ. അതൊക്കെയെന്ന് പറഞ്ഞാൽ വല്ലാത്ത രസമുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻസ് വന്നപ്പോഴായാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞന്മാർ പൊടി മറ്റേ എന്താ പറയുക ഒരു പാവക്കുഞ്ഞുങ്ങൾ ബോൾ പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ് ലാസാബ്സോ പപ്പീസ്. അതുങ്ങളിങ്ങനെ 30 ദിവസമുള്ളത് ഇങ്ങനെ പുറകെ ഇങ്ങനെ ഓടി വരുമ്പോഴൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ അതാണ് അത് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡോഗിനെയായാലും ഒരു പെറ്റിനെയായാലും നമ്മൾ എന്താ പറയുക ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ പട്ടീനെ വളർത്തണം. പക്ഷേ ഒരെണ്ണത്തിന് അവർ വളർത്തിക്കഴിയുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ സംസാര രീതിയെ മാറിപ്പോവും, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും. അത് വളർത്തി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇതുങ്ങളെ വെറുക്കൂല. എന്താണ് മറ്റേ ഇത് പറയൂലേ സഹജീവി അങ്ങനത്തെ സാധനം പറയൂല, അതേപോലെയാണ്. പാഷനായിട്ടും നമ്മുടെ ഒരു ബിസിനസ്സായിട്ടും ആദ്യം എനിക്ക് പാഷൻ മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ പാഷൻ തന്നെയാണ് എൻ്റെ ബിസിനസ്. അതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 5 പപ്പി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു 2-3 പേര് നമ്മളെ നിർത്തും. നമുക്ക് സ്ഥലത്തിൻ്റേതായ ഭയങ്കര പരിമിതിയുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 4 പേരും എൻ്റെ കൂടെ ഉണ്ടായാനെ. കാരണം എനിക്കതിൽ എന്താ പറയുക സെലക്ട് ചെയ്യാൻ പറ്റുള്ള ആരെന്നുള്ളത്. ഇപ്പോൾ അതിൽ 4 പേരിൽ 2 മെയിലും 2 ഫീമെയിൽസുമാണ്. അതിൽ 2 ഫീമെയിൽസ് എൻ്റെ കൂടെ തന്നെ നിൽക്കണതാണ് ലൈഫ് ലോങ്. അതിൽ മെയിൽ പപ്പീസിൽ ഒരാളെ നിർത്തണമെന്നുണ്ട്, പക്ഷേ സാഹചര്യമാണ് നമ്മളെ തടസ്സമാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല സ്ഥലം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി സെറ്റപ്പായിട്ട് ബ്രീഡിങ് ചെയ്യണം. അപ്പോൾ എന്ന് പറയുന്നത് കുറേ ആഗ്രഹങ്ങളുണ്ട്, പുറത്തൊക്കെ പോയിട്ട് നല്ല മെയിൽസ് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് നമ്മൾ നിർത്തും. അവരെയൊക്കെ ഷോ ചെയ്യണം, ചാമ്പ്യൻസ് ആക്കണം, ഓൺ ബ്രീഡിങ്ങിൽ ചാമ്പ്യൻസ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് അവർ ബ്രീഡ് ചെയ്തത് എടുത്ത് ഞാൻ ചാമ്പ്യൻ ആക്കണതിൽ ഒരർത്ഥമില്ല. അതിൽ ഞാൻ തന്നെ ബ്രീഡ് ചെയ്ത് എൻ്റെ ബ്ലഡ് ലൈൻസ് കൊണ്ടുവന്ന് അത് ചാമ്പ്യൻ ആക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ ഒന്നും കിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ചെറിക്ക് ചെറിയൊരു കണ്ണിൻ്റെ പ്രശ്നമൊക്കെ വന്ന്
കളറിനൊരു വ്യത്യാസമൊക്കെ വന്ന്. അല്ലായിരുന്നുണ്ടെങ്കിൽ ചെറിയനെ ഞാൻ എന്തായാലും ഷോ ചെയ്യാനേ. ചെറിയൊരു ബ്യൂട്ടിഫുൾ ഫീമെയിലാണ്, നല്ല സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫീമെയിലാണ്. അതുകൊണ്ട് തന്നെ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ചെറിയനെ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും നല്ല മെയിൽസിനെ ചൂസ് ചെയ്യണത്. ചെറിയുടെ പപ്പീസൊക്കെ എന്തായാലും ഷോറിങ്ങിൽ ഉണ്ടാവും, അത് ഗ്യാരൻറ്റിയാണ് അല്ലേ ചെറിയ?